പാലക്കാട് അയിലൂരിൽ കന്യാർകളി കലാകാരന് നാട്ടുകാരുടെ മർദ്ദനം. അയിലൂർ സ്വദേശി പ്രഭുകുമാറിനാണ് മർദ്ദനമേറ്റത്. ദേശത്തിന്റെ പേര് സ്വന്തം പേരിനൊപ്പം നൽകിയെന്നാരോപിച്ചാണ് നാട്ടുകാർ മർദ്ദിച്ചതെന്ന് പ്രഭുകുമാർ പറഞ്ഞു. നെന്മാറ പോലീസിൽ പ്രഭുവും കുടുംബവും പരാതി നൽകി. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, ഒരു മര്യാദ കെട്ടതല്ലായിപ്പോയല്ലോ. എന്താണ് നാടിന്റെ പേര് വെച്ചാൽ നാട്ടുകാർക്ക് വിഷമം? നികേഷ് കുമാർ, പാലക്കാട് 2 താലൂക്കുകളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കലാരൂപമാണ് കണ്യാർകളി. ഇത് പ്രഭുകുമാർ മറ്റാളുകളെ പഠിപ്പിച്ചതാണ് നാട്ടുകാരിൽ ഒരു വിഭാഗത്തിൽ പ്രകോപനം ഉണ്ടാക്കിയത്. മാത്രമല്ല, തൻ്റെ പേരിനൊപ്പം ഈ നാടിൻ്റെ പേരായ അയലൂർ കൂടി ചേർത്തുകൊണ്ട് കണ്യാർകളെ അവതരിപ്പിച്ചതും നാട്ടുകാരിൽ ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം കണ്യാർകളി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് പ്രഭുകുമാറിനും കുടുംബത്തിനും നേരെ ഒരു വിഭാഗം ആക്രമണം അഴിച്ചുവിട്ടത്. ഈ അയലൂർ ദേശത്തെ തെക്കേത്തറ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതെന്നാണ് ലഭ്യമാവുന്ന വിവരം. ഏതായാലും ആക്രമണത്തിൽ പ്രഭുകുമാറിനും കുടുംബത്തിനും സാരമായി തന്നെ പരിക്കേറ്റുണ്ട്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രഭുകുമാർ നെന്മാറ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിലാണ് ഈ തെക്കേത്തറ വിഭാഗത്തിന്റെ പേര് ഉൾപ്പെടെ എടുത്ത് പറയുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലയിലുള്ള സാംസ്കാരിക പ്രവർത്തകരെല്ലാം പ്രഭുകുമാറിനും കുടുംബത്തിനും വലിയ പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. നികേഷ്, എന്താണ് ഈ കന്യാർകളി? ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കാൻ ശ്രമിക്കുകയാണ്. ഈ പാലക്കാട്ടെ ഒരു തനതായ ഒരു കലാരൂപമാണ് അത്. പ്രത്യേകിച്ച് ഈ നെന്മാറ പോലുള്ള ഭാഗങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കുന്നത്. ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രഭുകുമാർ ഉൾപ്പെടെയുള്ള ചില സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജില്ലയിലുള്ള മറ്റ് ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഈ കണ്യാർകളി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് ഈ നാളുകൾ കഴിയുന്തോറും ഈ കണ്യാർകളി കളിക്കുന്ന കലാകാരന്മാർ കുറഞ്ഞു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ കലാരൂപം എത്തിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കലകൾ നാട്ടിൽ നിലനിൽക്കുള്ളൂ എന്നൊരു ഉദ്ദേശത്തോട് കൂടിയാണ് പ്രഭുകുമാർ എല്ലാവരും പ്രവർത്തിക്കുന്നത്. ഇതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചതെന്നാണ് ഇപ്പോൾ ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട്ടെ ഈ നെന്മാറ പോലുള്ള കിഴക്കൻ മേഖലയിൽ മാത്രം നിലനിൽക്കുന്ന ഈ ക്ഷേത്ര ഉത്സവങ്ങളിലെല്ലാം ഭാഗമായി നടത്തുന്ന ഒരു കലാരൂപമാണ് ഈ കണ്യാർകളി. ശരി, ഉർവര ആരാധനാപരമാണ് കന്യാർകളി എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വെച്ചാണ് കളിക്കുന്നത്. വിളക്കിന് ചുറ്റുമായി പാടിക്കൊണ്ടാണ് കളി. ചിലയിടങ്ങളിൽ 3 ചിലയിടങ്ങളിൽ 4 ദിവസങ്ങളിലായിട്ടാണ് ഇത് നടത്തിവരുന്നത്. പാലക്കാട് ജില്ലയിലെ നായർ സമുദായത്തിൻ്റെ ഒരു അനുഷ്ഠാന കലയാണ് കന്യാർകളി. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരമുള്ള ഒരു കലാരൂപമാണിത്. എല്ലാ കൊല്ലവും മേടമാസത്തിലാണ് കന്യാർകളി നടക്കാറുള്ളത്. വിഷു കഴിഞ്ഞ ശേഷം ആഴ്ചപ്പാങ്ങും നാളും നോക്കിയിട്ടേ കളി കുമ്പിടാറുള്ളൂ എന്നാണ് വിക്കിപീഡിയ പറയുന്നത്.